ഇനി അമ്മമാരും പിള്ളേരും ഇത്രയ്ക്ക് ഭംഗിയായി പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പന്മാരെങ്ങനെ വെറുതെ ഇരിക്കും? അതുകൊണ്ട് കുടുംബമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വദിഷ്ടം ജീവിത തീരുമാനങ്ങൾ എടുക്കുന്ന യുവതലമുറയുടെ എടുത്തുചാട്ടം മൂലം ഒരു കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന തീരാ ദുഃഖങ്ങളുടെ നേർക്കാഴ്ച നമ്മൾ അന്യരാണ്. ഈ നാടകം അവതരിപ്പിക്കാൻ നല്ല കൈയോടുകൂടി നമുക്ക് ക്ഷണിക്കാം ടീം പിതൃവേദി. ഈ കൊച്ചു കലാരൂപത്തിൽ പങ്കെടുക്കുന്നവരും അണിയറയിൽ പ്രവർത്തിച്ചവരും സന്തോഷ് മാത്യു, ജോമോൻ ജേക്കബ്, ലോറൻസ് കൊടുങ്ങല്ലൂർ, സജായ് ജോസ്, ജോഷി ജോസഫ്, സോജി വർഗീസ്, മെറിൻ ജോസ്, തെരേസ് ജോസഫ്, ഗ്രേസ്, കെവിൻ, ദിയ, അഫീന, ആൽബിൻ, ഐവിൻ, ആൽബിൻ ഫ്രാൻസിസ് ആൻഡ് എം എ ജോസ്. പ്രിയപ്പെട്ടവരെ, പോയ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഏറെ പ്രോത്സാഹനം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ അരുൺ മടത്തുംപടി അച്ഛനെ പ്രത്യേക ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ മാതൃവേദിയുടെ പ്രസിഡന്റ് പ്രിൻസ് മാത്യുവിനെയും പ്രത്യേകം ഓർത്തുകൊണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായ ഇപ്പോഴത്തെ അച്ഛൻ അനൂപ് ചാക്കോ മടത്തുംപറമ്പിലിനെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോയ വർഷങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. ജൂൺ 5 ന്യൂഡൽഹിയിലെ ഒരു പ്രഭാതം. കർത്താവേ, തെരുവിൽ ഉപേക്ഷിച്ചു പോന്ന കുരുന്നുങ്ങളെ ഞാൻ വർഷങ്ങളായി പരിപാലിക്കുന്നു. ഇന്നെൻ്റെ ഉണ്ണിമോളുടെ പിറന്നാൾ ദിനമാണ്. ആ കുഞ്ഞിൻ്റെ പ്രായം എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കൈകൾ കെട്ടിയ ദിവസം അവൾക്ക് 1 വയസ്സെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണമേ കർത്താവേ. ഉണ്ണിമോളെ, ഒത്തിരി നേരത്തെ അങ്ങ് ഉണർന്നല്ലോ. ബാക്കി എല്ലാരും എവിടാ മോളെ? ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, അവരൊക്കെ എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോളെ, ഈ ആശ്രമത്തിലെ റോസാ പുഷ്പമാ എൻ്റെ മോള്. എനിക്ക് ദൈവം തന്ന സ്നേഹ സമ്മാനം. നമുക്ക് മോളുടെ ബർത്ത്ഡേ കേമമായി ആഘോഷിക്കണം. ഞാൻ എന്നും അപ്പച്ചനച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തെങ്കിലും എനിക്കതിന് മറുപടി തരുമോ? എന്താ മോളെ, പറ. എന്റെ പപ്പയും മമ്മി ആരാണ് അപ്പച്ചനച്ഛ? ഉണ്ണിമോളെ, എനിക്കറിയില്ല മോളെ. പക്ഷേ മോള് അനാഥയല്ല. മോൾക്ക് ഞാനുണ്ട്, ഇവിടെ ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട്. പിന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. അത് പോരെ മോളെ? അത് മതി അപ്പച്ചനച്ഛ, അത് മതി. ഞാൻ ചോദിച്ചതിന് അപ്പച്ചനച്ഛന് സങ്കടമായോ? ഞാൻ ഇനി ഒരിക്കലും അത് ചോദിക്കത്തില്ല. എന്റെ പപ്പയും എന്റെ മമ്മിയും എല്ലാം എന്റെ അപ്പച്ചനച്ഛനാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഉണ്ണിക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആഹാ, ഇന്നെല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സിലാണല്ലോ. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഈ ബർത്ത്ഡേ ഞങ്ങൾ തകർക്കും അച്ഛാ. ജോർജ് അങ്കിൾ കേക്ക് കൊണ്ടുവന്നു അപ്പച്ചനച്ഛാ? പിന്നെ ഇന്നലെ തന്നെ കൊണ്ടുവന്നു. നമ്മൾ മറന്നാലും ആ മനുഷ്യനത് മറക്കുമോ മക്കളെ? റോബിനെ, നിങ്ങളെല്ലാവരും ഉണ്ണിമൂളയും കൂട്ടി ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. എല്ലാവരും പതിവ് പോലെ ശാന്തരായിട്ട് പോകണം കേട്ടോ. ശരി അച്ഛാ. शर्मा जी? यस, आई एम शर्मा जी. मैं हूँ शर्मा जी.
पिछले 10 दिन से मैं इस आश्रम में रहा हूं एक सवाल के लिए। अब मुझे समझ में आ गया, 40 साल से पुरोहित काम करने वाला फादर, तुम झूठ बोल रहा है। ശർമാജി, ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അയാൾക്കറിയില്ല അവരെവിടെയെന്ന്. क्या बार बार दौड़ाने वाले इस झूठ को हम विश्वास करूं? ശർമാജി, വിശ്വസിക്കണം. ആർക്കും വേണ്ടാത്ത തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വാരിയെടുത്ത് അവരെ പോറ്റുന്ന ഒരു വൈദികനാണ് ഞാൻ. ഒരിക്കലും കള്ളം ഞാൻ പറയില്ല. എനിക്കതിന് കഴിയില്ല. फादर जी, फिर एक बात आप उसको बताओ। जस्ट टेल हिम, क्या तुम दोनों नहीं जानते कि मैं कौन हूं? ശർമാജി, അയാളെ ഉപദ്രവിക്കരുത്. പാവമാണ് അയാൾ. ഈ ആശ്രമത്തിലെ അന്തേവാസികൾ ആഹാരം കഴിക്കുന്നത് അയാൾ ഈ തെരുവിൽ റിക്ഷ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ്. पहले अपनी लड़की को अपनी मर्जी से जीने दिया, अब अन्नदान करने से क्या फायदा? लुक मिस्टर फादर, भारत से सबसे बड़ा बिजनेस मैग्नेट मैं हूं। फादर, आई एम द बिग बिजनेस मैग्नेट एंड किशोर इज माय सन। भारत के सबसे बड़ा बिजनेस मैग्नेट मेरे बेटा किशोर को पटारी पे पीक बांधने वाला आदमी का बेटे के साथ कैसे मैं भेजूंगा? कभी नहीं, कभी नहीं। ശർമാജി, എല്ലാ മാതാപിതാക്കളും തോറ്റുപോകുന്നത് മക്കളുടെ ഈ പിടിവാശിക്ക് മുമ്പിലാ. ആ പാവം മനുഷ്യനെ ഉപദ്രവിക്കരുത്. Don't tell me where they are, but just tell me, ये बताओ, जो चुकुटी कहाँ है? कहाँ गया साला? മകളെ കാണാനില്ലെന്നുള്ള വേദനയോട് നെഞ്ചുപൊട്ടി ഇന്നലെ രാത്രി അയാൾ നാട്ടിലേക്ക് പോയി. Father, wherever you hide him, I shall bring him out. I shall bring him out. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ. मालूम नहीं है मैं कौन है? याद रखो, याद रखो, मैं कौन हूं. നസ്രേനായ ഈശോയെ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മന്നം തരുന്ന ഞങ്ങളുടെ ജോർജ് കുട്ടിയെ കാത്തുകൊള്ളണമേ. ആഹാ, എല്ലാരും വന്നോ? ഉണ്ണിമോൾക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ചോ മക്കളെ? പ്രാർത്ഥിച്ചു. നമ്മുടെ ജോർജ് അങ്കിളിന് വേണ്ടിയും അപ്പച്ചനച്ഛന് വേണ്ടിയും ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളെ, എന്താ അപ്പച്ചനച്ഛന് പറ്റിയത്? മുഖത്തൊരു സങ്കടം, എന്താ പറ്റി? ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പം. അല്ല, എന്തോ ഉണ്ട്. അപ്പച്ചനച്ഛൻ്റെ സങ്കടം മാറ്റാൻ നമുക്കൊരു അടിപൊളി ഡാൻസ് കളിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. മതി മക്കളെ, മതി. വാ, നമുക്ക് കേക്ക് മുറിക്കാം. Happy birthday to you.
Happy birthday to you. Happy birthday dear Unnikutta. Happy birthday to you. ഉണ്ണിമോളെ, അപ്പച്ചനച്ചാ, എന്ത് പറ്റി മോളെ? മോളെ, കണ്ണു തുറക്കും മോളെ. അപ്പച്ചനച്ചാ, എനിക്ക് വയ്യ. എന്താ എനിക്ക് പറ്റിയത്? എനിക്ക് വയ്യ. ഉണ്ണിമോളെ, എന്ത് പറ്റി മോളെ? മോളെ, മോളെ, അപ്പച്ചനച്ചാ, മോളെ കണ്ണു തുറക്കും മോളെ. എന്റെ ദൈവമേ, മോളെ, ഉണ്ണിമോളെ, എന്റെ പൊന്നുമോളെ. ഇല്ല മോളെ, ഇല്ല, എന്റെ മോക്കൊന്നും വരില്ല. ഉണ്ണിമോളെ, എന്റെ പൊന്നുമോളെ. മനുഷ്യത്വം മരവിച്ചുപോയ മാറിയ കാലഘട്ടത്തിൻ്റെ ബലിയാടാണ് ഈ പിഞ്ചോമന. ഈ കുരുന്നിൻ്റെ ജീവൻ എടുത്തത് ആരാണ്? മാതാപിതാക്കളുടെ ലാളനയേറ്റു വളർന്ന മക്കൾ കാലത്തിനൊപ്പം സഞ്ചരിച്ച് സാങ്കല്പിക ലോകത്തിലേക്ക് ചേക്കേറുമ്പോൾ പിന്നിൽ ഉരുകുന്ന ഹൃദയങ്ങളും നനയുന്ന കണ്ണുകളുമുണ്ടെന്ന് അവർ മറന്നുപോകുന്നു. സ്വന്തം മകൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഒരു കുടുംബം നേരിടേണ്ടി വന്ന വേദനയുടെ നാടകാവിഷ്കാരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നമ്മൾ അന്യരാണ്. രചന ടോമിച്ചൻ മണക്കുഴി. ശബ്ദം നൽകിയവർ ലാൽ നെടുമണ്ണി, ആൻറ്റിച്ചൻ, സ്നേഹ ബിജു, നയന, നിഹിത ആൻഡ് തെരേസ്. സാങ്കേതിക സഹായം ഡോക്ടർ ജോൺ പീറ്റർ. റെക്കോർഡിംഗ് മൊസാർട്ട് ഓഡിയോ ലാബ്, കറുകച്ചാൽ. റെക്കോർഡിംഗ് എഞ്ചിനീയർ മനോജ് കറുകച്ചാൽ. സംവിധാനം എം.എ. ജോസ്. നമ്മൾ അന്യരാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു വീട്. ഞായറാഴ്ചയായ ഇവിടെ ഓരോരുത്തർക്ക് എന്ത് വെപ്രാളമാ. കള്ളു കുടിക്കാഞ്ഞിട്ട് വായുകേറ്റോ മേമ്പക്കും കിടക്കപ്പുറത്തി തരികയില്ല. എടി മേരിയമ്മേ, മേലേപ്പാടത്ത് ലൂക്കോച്ചൻ ഞായറാഴ്ച ഇച്ചിരി കള്ളു കുടിക്കുമെന്ന് നിനക്കും അറിയാം, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതിന് നീ കിടന്ന് ബഹളം വെച്ചിട്ടൊരു കാര്യവും ഇല്ല. തൊടാൻ വല്ലതും ഉണ്ടെങ്കിൽ നീ എടുത്ത തിണ്ണയിലോട്ടൊന്ന് വെക്കേ. നമ്മുടെ പിള്ളേച്ചന് ഇപ്പോൾ വരും. പറ്റിയൊരു കൂട്ടുകാരൻ. ദേ അപ്പച്ചാ, ഞായറാഴ്ച കള്ളു കുടിക്കുന്നവരാരും സ്വർഗത്തിൽ പോകത്തില്ലെന്നാ. മുഴുവൻ സമയം പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസമാ. എടി മേരിയമ്മോ, നിനക്കൊരു കഥ അറിയോ? ജീവിതത്തിൽ ഒരിക്കലും ഒരു തുള്ളി കള്ളു പോലും കുടിക്കാത്ത ഒരുത്തൻ മരിച്ചു. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവൻ കുടിക്കാതിരുന്നത്. സ്വർഗത്തിൻ്റെ വാതിലിൽ ചെന്നപ്പോൾ അവനൊരു ദൂതൻ ഒരു പെഗ് വീഞ്ഞ് ഒഴിച്ചു കൊടുത്തു. അത് കുടിച്ചേച്ച് അവൻ ചോദിക്കുക, ഒന്നുകൂടി തരുവോന്ന്. അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, ഇത് ഇഷ്ടം പോലെ കിട്ടുന്നിടത്തല്ലേ നീ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇവിടെ വന്ന് തെണ്ടുന്നോ? ഇവനെ പിടിച്ച് നരകത്തിലിടാൻ. നീ എന്നെ നരകത്തിലേക്ക് ഇടുകൂടി കൊച്ചേ. എന്തു പറഞ്ഞാലും ഉണ്ടൊരു ന്യായം. എന്തെങ്കിലും കാണിക്ക്, ഞാനെന്നാ വേണം? ഈ പിള്ള ഇത് എവിടെ പോയി കിടക്കുക? ചിലപ്പോ ഭയങ്കര ക്യൂ ആയിരിക്കും. എന്റെ ദൈവമേ, ഏമ്പക്കം കൊണ്ട് വയ്യ. ആ, താൻ വന്നോ? എന്താണോ താമസിച്ചത്? എന്താ? എന്തു പറ്റിയുള്ളൂ? തനിക്ക് എന്ത് പറ്റി? എന്താ മുഖമെല്ലാം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ലൂക്കോച്ച, തനിക്ക് വെറുതെ തോന്നുന്നതാ. പിന്നെ എടോ രവിപ്പിള്ളേ, 10-25 കൊല്ലമായി ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. തൻ്റെ മുഖത്തെ ഈ മൗനത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു അപകടം ഞാൻ കാണുന്നു. പറയടോ, തുറന്നു പറയാൻ.
വഴിയിൽ വെച്ച് ഞാൻ നമ്മുടെ സുഹൃത്ത് സതീശൻ പോലീസിനെ കണ്ടു. അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്തു കാര്യം? നമ്മുടെ ജോർജ് കുട്ടിയെ തൽക്കാലം വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്തണമെന്ന്. അയാളുടെ പേരിൽ കേസുണ്ടെന്ന്. ജോർജ് കുട്ടിയുടെ പേരിൽ കേസോ? എന്ത് കേസ്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അതെന്നോട് പറഞ്ഞില്ല. എന്തോ ഗൗരവമുള്ള കേസാണ്. ഏത് നിമിഷവും ഇവിടെ പോലീസ് വരാം. കർത്താവേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ലൂക്കോച്ചായ, പതുക്കെ. മേരിയമ്മ എങ്ങാനും അറിഞ്ഞാൽ. എടോ രവിപ്പിള്ളേ, എനിക്ക് 78 വയസ്സായി. ഇന്നേ വരെ ഞാൻ പോലീസ് സ്റ്റേഷന്റെ നട ചവിട്ടിയിട്ടില്ല. എൻ്റെ മകൻ അവൻ എന്ത് തെറ്റാണോ ചെയ്തത്? ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും സതീശൻ അത് പറഞ്ഞില്ല. ഇത്രയും കാര്യം തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞത്. ഹലോ, ആരാ? ഹലോ അപ്പച്ച, ഞാനാ റിൻസി. സുഖമാണോ അപ്പച്ച? മമ്മി എവിടെ? മമ്മി അടുക്കളയിൽ എന്തോ ജോലിയില്ല. മോളെ, മോക്ക് സുഖമാണോ? സുഖം തന്നെ അപ്പച്ച. പപ്പ വിളിക്കാറുണ്ടോ? പപ്പ? പപ്പ എന്തിനു വിളിക്കണം? അവൻ ഇവിടെ ഉണ്ടല്ലോ. പപ്പ നാട്ടിലുണ്ടെന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പം മോളോട് പറയാതാണോ അവൻ ഇങ്ങോട്ട് പോരുന്നത്? ഹലോ, ഹലോ മോളെ, ഹലോ. കട്ടായി. പിള്ളച്ചോ, നമ്മൾ പെട്ടടോ. ഈശ്വര, ഇതേതോ വലിയ കേസാ. ഞാനിതെങ്ങനെ? ലൂക്കോച്ചായ, പരിഭ്രാന്തി വേണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. സമാധാനിക്കേ. വാ, ഇവിടെ വന്നിരിക്കേ. പിന്നെ ജോർജ് കുട്ടി എവിടെ പോയി? അവൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ല. അവനെ പോലീസ് പിടിച്ച് കാണുവോടൂ? എൻ്റെ ദൈവമേ. അപ്പനും മകളും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. എന്നാൽ മകളറിയാതെ അപ്പൻ നാട്ടിലേക്ക് പോകുന്നു. അതാടോ ഞാൻ പറഞ്ഞത്, ഇത് നിസാര കേസൊന്നും അല്ലെന്ന്. എടോ, തനിക്ക് ആ സതീശൻ പോലീസുകാരനെ കണ്ട് ഒന്നുകൂടൊന്ന് ചോദിക്കാവോ? ചിലപ്പം. ഞാൻ ചോദിച്ചാൽ അയാൾ പറയില്ല. വേറൊരു വഴിയുണ്ട്. ഞാൻ ഉടനെ പോയിട്ട് വരാം. ഇന്നെന്താ കള്ളുസഭ നേരത്തെ നിർത്തിയത്? പിള്ളേച്ചൻ പോയോ? അപ്പച്ചൻ വാ, ഊണ് കഴിക്കാം. പേരിയമ്മേ. എന്താ അപ്പച്ച? ജോർജ് കുട്ടി ഈ തവണ വന്നപ്പം നിന്നോട് പ്രത്യേകിച്ച് എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്താ അപ്പച്ച? പ്രിൻസിമോളുടെ കാര്യം വല്ലതും? ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോ അവൾ അവിടെ സുഖമായി ഇരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. എന്താ അപ്പച്ച? ഒന്നുമില്ല. മോളിപ്പോ വിളിച്ചപ്പം അവൻ വിളിച്ചില്ലെന്നാ പരാതി പറഞ്ഞത്. അവളെ കമ്പനിക്കാർ വിദേശത്തേക്ക് വിട്ടിരിക്കുകയാണെന്നാ എന്നോട് പറഞ്ഞത്. വിളിച്ചാൽ എപ്പോഴും കിട്ടത്തില്ലെന്നും പറഞ്ഞു. വിളിക്കാൻ പറയണോ അവനോട്? പാവം, അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. നീ ഇങ്ങനെ പാലും മുട്ടയും ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മുടെ കടം വീട്ടാൻ പറ്റുമോ മോളെ? കഷ്ടപ്പെടാൻ എനിക്കും സന്തോഷമാണ് അപ്പച്ച. ഇച്ചായനൊന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആ കാശുകൊണ്ട് ഡൽഹിയിൽ അനാഥരായ കുറെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പടക്കുന്നില്ലേ? ആ പുണ്യം നമുക്ക് കിട്ടും. അതിൻ്റെ ദൈവാനുഗ്രഹം അവനുണ്ടാകട്ടെ. ഹാ, ഇച്ചായും വന്നോ? രണ്ടുപേരും വാ, ഞാൻ ചോറെടുത്ത് വയ്ക്കാം. ജോർജ് കുട്ടി, നീ ആ പിള്ളേച്ചനെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. പോലീസ് കേസെടുക്കാൻ മാത്രം നീ എന്ത് കുറ്റമാ ചെയ്തത്? അനാഥ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മോനെ, എനിക്കിതിനെ വിശ്വാസമാ. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ വരവിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ രൂപത്തെ തൊട്ട് നീ സത്യം ചെയ്യ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പച്ചാ. ജോർജ് കുട്ടി, മോൻ എവിടെങ്കിലും പോയി വിളിക്കേ. വേഗം പോ, പോലീസ് ഇപ്പം വരും. ഞാൻ എന്തിനു വിളിക്കണം? പിള്ളേച്ച, എന്താണ് ഇവന്റെ പേരിലുള്ള കുറ്റം? കൊലപാതകം. ഈശ്വര,
ആരെയാണ് ഇവൻ കൊന്നത്? ജോർജ് കുട്ടി, നീ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചിലപ്പോൾ അവർ കാള് മാറിയതായിരിക്കും. എന്നാലും ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ അവർ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറി നിൽക്കാൻ. വേഗം പോ. ജോർജ് കുട്ടി, നീ അകത്തു പോ. ജോർജ് കുട്ടി, മോനെ എവിടെങ്കിലും പോയൊന്ന് ഒളിക്ക്. വേഗം പോ, വേഗം പോ മോനെ. മോനെ അകത്തു പോകാൻ. ജോർജ് കുട്ടിയുടെ ഇവിടെ ഇല്ല സാറേ. നിങ്ങളാരാ? ഞാൻ ജോർജ് കുട്ടിയുടെ പിതാവാണ്. നിങ്ങളോ? ഞാൻ രവി, അയൽപക്കത്തുള്ളതാ. നിങ്ങൾ പുറത്തു പോകണം. എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മകൻ ചെയ്ത കുറ്റം എന്താണെന്നറിയുമോ? ഇല്ല സാറേ. കൊലപാതക കുറ്റമാണ്, അതും 7 വയസ്സുള്ളൊരു പെൺകുട്ടിയെ. സാർ എന്താണ് ഈ പറയുന്നത്? വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? ഡൽഹിയിൽ ഒരു അനാഥ മന്ദിരത്തിൽ സൗജന്യ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു എന്ന വിവരം അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. കൊലപാതകം നടന്നത് അവിടെ തന്നെയാണ്. 7 വയസ്സുകാരിയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ ഇയാൾ സപ്ലൈ ചെയ്ത കേക്കിൽ വിഷമുണ്ടായിരുന്നു. അത് കഴിച്ച് ആ കുട്ടി മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിച്ചെന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? സാറേ, അവൻ എന്തിനിത് ചെയ്തു? ദൈവമേ, ഇല്ല സാറേ, അത് അയാളോട് ചോദിച്ചാലല്ലേ അറിയൂ. സാർ, അവനെ ഉടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമോ സാറേ? ഇല്ല, കുട്ടി കഴിച്ച കേക്കിന്റെ ബാക്കി ഭാഗം ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആരെങ്കിലും മനഃപൂർവ്വം വിഷം ഉള്ളിൽ ചേർത്തതാണോ അതോ കമ്പനിക്കാരുടെ പിഴവാണോ എന്ന് മനസ്സിലാക്കാൻ. മനഃപൂർവ്വം ചേർത്തതാണെന്ന് തെളിഞ്ഞാൽ ഇയാളെ ഞാനങ്ങ് കൊണ്ടുപോകും, ഡൽഹി പോലീസിന് കൈമാറും. പിന്നെ ഇയാൾ വെളിച്ചം കാണില്ല. ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. സാറേ, അവന് രോഗിയായ ഒരു ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. അവനെ വെറുതെ വിടണം സാറേ. അവനെ ആരോ ചതിച്ചതാണ്. എന്റെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ. ഇപ്പോൾ വരെയുള്ള എല്ലാ തെളിവുകളും ജോർജ് കുട്ടിക്കെതിരാണ്. ലാബ് റിപ്പോർട്ട് എതിരായാൽ കുടുങ്ങും, എല്ലാവരും കുടുങ്ങും. ഞാൻ അയാളെ കസ്റ്റഡിയിൽ എടുക്കാത്തത് അയാൾ നിരപരാധിയായിട്ടല്ല. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത്. ശരി സാറേ. ഇതിനിടയിൽ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ, എടോ കിളവ, ഒരു കൊലപാതകയെ സംരക്ഷിച്ചതിന്റെ പേരിൽ എല്ലാത്തിനും ഞാൻ അകത്തിടും. നിയമത്തിന്റെ മുമ്പിൽ തന്തയും മോനും ഒന്നുമില്ലെന്ന് അറിയാമല്ലോ. മൈൻഡ് ഇറ്റ്. മേരിയമ്മേ. ഞാനെല്ലാം കേട്ടു അപ്പച്ച. 23 വർഷമായി ഞാൻ അപ്പച്ചനെ മരുമകളായി വന്നിട്ട്. നീണ്ട 6 വർഷക്കാലം പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയതിന് ശേഷമാണ് എൻ്റെ കഴുത്തിൽ മിന്നു കിട്ടിയത്. എനിക്കുറപ്പുണ്ട് അപ്പച്ച, ഒരാളെയും കൊല്ലാൻ എൻ്റെ ഇച്ഛായിന് കഴിയില്ല. മേരിയമ്മേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്ന് സ്വന്തം ഭർത്താവ് അന്യനാട്ടിൽ വെച്ചൊരു കൊലപാതകം ചെയ്തു, അതിന് കൃത്യമായ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഭർത്താവിനെ വിശ്വസിച്ച് പതറാതെ നിൽക്കുന്ന നിന്റെ ഈ മനക്കരുത്ത് ഞാൻ സമ്മതിക്കുന്നു മോളെ. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. അതെന്താ അപ്പച്ച? അപ്പച്ചൻ? അതിന് കാരണമുണ്ട്. എല്ലാ തവണയും അവർ ഒരുമിച്ചാണല്ലോ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തവണ അവൻ നാട്ടിലോട്ട് വന്നത് മകൾ അറിഞ്ഞിട്ടില്ല. സത്യമാണോ അപ്പച്ചൻ പറഞ്ഞത്? അതെ. അതെന്താ നിങ്ങൾ മോളോട് പറയാതെ പോന്നത്? പറയാൻ. അത് ഞാൻ അപ്പോ ഞാൻ കേട്ടതെല്ലാം സത്യമായിരുന്നു അല്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം പച്ച കള്ളമായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാരും ചതിക്കുകയായിരുന്നു അല്ലേ? എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ തകർത്തു, എല്ലാം നശിച്ചു, എല്ലാം. എനിക്കൊരു സത്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തിനാണ് ആ 7 വയസ്സുകാരിയെ കൊന്നത്?
ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങളുടെ മൗനം എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. പറയാൻ. നിങ്ങളല്ലേ കൊന്നത്? പറയാൻ. നിങ്ങളല്ലേ കൊന്നത്? മേരുമേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ആരാണ് ആ കുട്ടിയെ കൊന്നത്? പറ. അത് ചെയ്തത് നമ്മുടെ മകൾ റിൻസിയ. നിങ്ങൾ എന്തായി പറയുന്നേ? നമ്മുടെ റിൻസിമോൾ കൊന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. ഇല്ല. മേരുമേ, നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മകൾ, നമ്മുടെ പൊന്നുമോൾ നമ്മളെ ചതിച്ചിടിയേ. തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡൽഹി IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മകൾ സഹപ്രവർത്തകനായ കിഷോർ എന്ന ചെറുപ്പക്കാരനുമായി അടുത്തു. ഡൽഹിയിലെ വലിയ ബിസിനസ്സുകാരനായ രത്തൻ ശർമ്മയുടെ ഏക മകനാണ് ഈ കിഷോർ. ഇവരുടെ ബന്ധത്തെപ്പറ്റി ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് വിലക്കി നമ്മുടെ മോളെ. മേരുമേ, ഒരു ദിവസം അവർ ഡൽഹി വിട്ടു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ സംഭവം അറിഞ്ഞ ശർമാജിയും അയാളുടെ ആളുകളും ഡൽഹി മുഴുവൻ അരിച്ചുപെറുക്കി. നമ്മുടെ മകളെ കൊന്ന് അയാളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ അവർക്ക് കണ്ടെത്താനായില്ല. പിന്നെ അവരുടെ അന്വേഷണം എന്നെ തേടിയായിരുന്നു. ആശ്രമത്തിൽ, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ, അങ്ങനെ എല്ലായിടത്തും. ഒരു ദിവസം രാത്രി ആരോടും മിണ്ടാതെ ഞാൻ നാട്ടിലേക്ക് പോന്നു. എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ റിൻസി മെരുമേ, നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇപ്പോൾ മക്കളുടെ ചിന്ത. എല്ലാം സഹിച്ചേ പറ്റൂ മെരുമേ, എല്ലാം. അവൾ എന്തിനാണ് ആ കുട്ടിയെ കൊന്നത്? ആരാ വിളിച്ചത്? റിൻസിയ. ഇങ്ങ് തന്നെ. അവളെ ഇന്ന് ഞാൻ... വേണ്ട, നീ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഹലോ മോൾക്ക്. ഹലോ പപ്പ. മോൾക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെ പപ്പ. എന്നോട് ക്ഷമിക്കണം പപ്പ, ക്ഷമിക്കണം. ഒന്നും പറയണ്ട, ഒന്നും. മോളെ, നിന്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ നിനക്കൊരു സമ്മാനം തരുമായിരുന്നു. നീ ഒന്നും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. എന്നാൽ ഇന്ന് നീ എനിക്ക് ഒരു സമ്മാനം തന്നു. സന്തോഷമായി മോളെ, സന്തോഷമായി. പപ്പ, എന്ത് സമ്മാനമാണ് ഞാൻ പപ്പയ്ക്ക് തന്നത്? ഈ ലോകത്ത് ഒരു മകളും ഇന്നുവരെ പിതാവിന് കൊടുത്തിട്ടില്ലാത്ത അമൂല്യ സമ്മാനം. തൂക്കുകയർ. എന്തൊക്കെയായി പറയുന്നത്? മേരുമേ, നമ്മുടെ ജീവിതം അവസാനിച്ചടി, നമ്മുടെ ജീവിതം അവസാനിച്ചു. ഇനി എന്നെ കൊണ്ടുപോകാനാ ആ വരവ്. ജോർജ് ലൂക്കോസ് മുങ്ങിയില്ലല്ലേ? അതുകൊണ്ട് എന്റെ ജോലി എളുപ്പമായി. സാർ, ഞാനല്ല അത് ചെയ്തത്. ഞാൻ കൊടുത്ത കേക്കല്ല അവർ മുറിച്ചത്. അതൊക്കെ നിങ്ങൾ കോടതിയിൽ തെളിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം. ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേക്കിൽ മാരകവിഷം മനഃപൂർവ്വം ചേർത്തതാണെന്നും അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും മനസ്സിലായി. സോ യു ആർ അണ്ടർ അറസ്റ്റ്.
വരണം. മെരുമേ, നീ വിഷമിക്കരുത്. ഇതാണ് ജീവിതം. അനിശ്ചിതത്വങ്ങളുടെ ഒടുങ്ങാത്ത താളമാണ് ജീവിതം. ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. കരുതലോടെ നീ ജീവിക്കണം. നമ്മുടെ അപ്പച്ചന് വേണ്ടി. ജോർജ് കുട്ടിയെ, മോനെ, നീ പോവാണോടാ? ഈ അപ്പച്ചനെ ഇട്ടേച്ച് പോവാണോടാ? എന്റെ കർത്താവേ! അപ്പച്ചൻ കരയരുത്. ഒരു മകൾ പിതാവിന് തന്ന സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് കരുതിയാൽ മതി. നിങ്ങളുടെ കരച്ചിലും പിടിച്ചിലും കാണാനല്ല ഞാൻ വന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്. നടക്ക. സർ, ഞാൻ എൻ്റെ അപ്പച്ചനോട് യാത്ര ചോദിച്ചില്ല. എന്നെ അനുവദിക്കണം. വേഗം വേണം. അപ്പച്ച. എന്താ മക്കളെ? സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ. നടക്ക. അത്ര തിടുക്കം കൂട്ടാതെ സാറേ. പ്രതാപൻ? അതെ, പ്രതാപൻ. ജോർജ് കുട്ടിയുടെ പിതാവിന്റെ ആത്മസുഹൃത്ത് പിള്ളയച്ചന്റെ മകൻ. നിങ്ങളാരാ എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ? മാറി നിൽക്ക്. കൂൾ ഡൗൺ സാറേ, കൂൾ ഡൗൺ. പറയാം. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ ഒരു മർഡർ കേസിൽ പ്രതിയായ വിവരം എന്നെ അച്ഛൻ അറിയിച്ചിരുന്നു. അന്നു മുതൽ ഞാൻ ആ കേസിന്റെ പിന്നാലെയായിരുന്നു. ഒടുവിൽ സത്യം ഞാൻ കണ്ടെത്തി. എന്തു സത്യം? ആശ്രമത്തിലേക്ക് കേക്കുമായി പോയ ജോർജ് കുട്ടിയുടെ ഓട്ടോയിൽ മറ്റൊരു വണ്ടി തട്ടുന്നു. ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. തിരക്കേറിയ റോഡിൽ ആളുകൾ ചുറ്റും കൂടിയപ്പോൾ ജോർജ് കുട്ടിയുടെ കണ്ണു വെട്ടിച്ച് രത്തൻ ശർമ്മയുടെ ആളുകൾ ജോർജ് കുട്ടിയുടെ കേക്ക് മാറ്റി പകരം വിഷം ചേർത്ത കേക്ക് വണ്ടിയിൽ വയ്ക്കുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട്. പിന്നെ നഗരത്തിലെ ബേക്കറിയിൽ നിന്നും ജോർജ് കുട്ടി വാങ്ങിയ കേക്കിന്റെ ദൃശ്യം. ചുവന്ന കവറുള്ള കേക്കാണ് വാങ്ങിയത്. പെൺകുട്ടി ആശ്രമത്തിൽ മുറിച്ച കേക്കിന്റെ കവറിന്റെ നിറം ബ്രൗൺ. എസ് ഐ സാറേ, ഈ 3 സംഭവങ്ങളുടെയും വീഡിയോ ഈ പെൻഡ്രൈവിലുണ്ട്. ഈ തെളിവുകൾ വെച്ച് ഡൽഹി കോർട്ടിൽ ഞാനൊരു റിട്ട് കൊടുത്തു. ജോർജ് കുട്ടിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേ ഓർഡർ ഇതാ. ഓക്കെ മിസ്റ്റർ പ്രതാപൻ. എടോ പിള്ളേച്ചോ, താനിങ്ങ് വന്നേടോ. തന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. താനാടോ എൻ്റെ കുഞ്ഞിനെ. വേണ്ട ലൂക്കോച്ചായ, നന്ദി വാക്ക് വേണ്ട. മക്കൾക്ക് മാത്രമേ മാതാപിതാക്കൾ അന്യരാകുന്നുള്ളൂ. നമ്മൾ അന്യരല്ലല്ലോ. ശരിയാ പിള്ളച്ചേട്ടാ. ഒരു കാലത്ത് മക്കളും പിതാക്കന്മാരാകും. അന്നേ അവർ എല്ലാം മനസ്സിലാക്കത്തുള്ളൂ. പ്രതാപ, നീ ഈ കുടുംബത്തിന് ചെയ്ത ത്യാഗം ഞാൻ ഒരിക്കലും മറക്കില്ല മോനെ. ഒരുപാട് നന്ദിയുണ്ട് മോനെ, ഒരുപാട് നന്ദി. എനിക്കല്ല, ദൈവത്തോട് പറയണം. പിന്നെ ജോർജ് കുട്ടിയുടെ വരവും കാത്ത് ഒട്ടിയ വയറുമായി നിങ്ങളുടെ ഓട്ടോറിക്ഷയുടെ ഹോണടിക്ക് കാതോർത്തിരിക്കുന്ന ഒരു പറ്റം പാവം കുരുന്നുകൾ ഡൽഹിയിലുണ്ട്. അവർക്കും നന്ദി പറയണം. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെല്ലാം. അപ്പച്ച, നമ്മൾ രക്ഷപ്പെട്ടു അപ്പച്ച. ദൈവം നമ്മളെ കാത്തു. എന്നും ഞാൻ സങ്കീർത്തനം 91 വായിക്കുന്നതിന് അനുഗ്രഹം ഇപ്പം മനസ്സിലായോ? നമ്മൾ രക്ഷപ്പെട്ടു അപ്പച്ച, നമ്മൾ രക്ഷപ്പെട്ടു. മേരിയമ്മോ, എൻ്റെ മോളതൊന്ന് വായിച്ച് എല്ലാവരും ഒന്ന് കേക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ.
ഇന്നതെന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ഇത്രയും നല്ല സന്ദേശം പങ്കുവെച്ചു പിതൃവേദി സംഘങ്ങൾക്ക് നല്ലൊരു കൈയടിയാവാം.